ഹലോ നമസ്കാരം സ്വാഗതം. ബിഗ് ബോസ് ഹൗസിൽ പോയപ്പോൾ കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. എന്നാൽ പുറത്തിറങ്ങിയപ്പോഴോ കുറച്ച് കുറ്റം പറഞ്ഞ് വൈറലാകാം. നേരത്തെ രേണുസുതിയായിരുന്നു വിഷയം, ഇപ്പോൾ അനിമോൾ. ആൾക്കാരെ ഹോട്ട് സീറ്റിൽ വിളിച്ചിരുത്തി വിറപ്പിക്കുന്ന സരികയ്ക്ക് പക്ഷെ ബിഗ് ബോസ് ചെന്നപ്പോൾ കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എവിക്റ്റായി പോകേണ്ടി വന്നു. ബിഗ് ബോസ് സീസൺ 7 അവസാനിച്ചു. അനിമോൾ വിജയിയായി. ഇപ്പോൾ കാര്യമായി ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് എല്ലാ ഇൻ്റർവ്യൂസിലും കയറിയിറങ്ങി ആരെങ്കിലും കുറ്റം പറയുക. കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ രേണുസുതിയുമായിട്ട് ഇൻ്റർവ്യൂ നടത്തിയ സമയത്ത് അവരുടെ വീട് നിർമ്മിച്ച് നൽകിയ ആൾക്കെതിരെയുള്ള പരാമർശങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പുതിയ ഇൻ്റർവ്യൂവിൽ പറയുന്നത് അനിമോളെ പറ്റിയാണ്. അനിമോള് ബിഗ് ബോസിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പച്ചക്കള്ളം എന്നാണ് സരിക കൈബി പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ആ ഇൻ്റർവ്യൂവിലെ ചില പ്രസക്ത ഭാഗങ്ങൾ നമുക്കിവിടെ കാണാം. വിനു, അനുമോൾക്കും PR ചെയ്ത് വിനു. പക്ഷേ ശൈത്യ പുറത്താക്കപ്പെട്ടു, അനുമോൾ വിജയിച്ചു. പൈസ കൂടുതൽ കൊടുത്തില്ലേ? ചേച്ചിക്ക് അറിയാവോ, ഞാൻ അടുക്കള കയറിയിട്ടില്ല. എന്റെ വീട്ടില് അടുക്കള എന്നെ കയറ്റത്തേ ഇല്ല. എനിക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. ഞാൻ ഇവിടെ വന്ന് പഠിച്ചതാണ്. എന്ന് വെച്ചാൽ അനുമോളുടെ ഇച്ചിരി ഹസ്കി വോയിസാ. ഞാൻ ഇങ്ങനെ ഞരമ്പൊക്കെ വലിഞ്ഞു മുറുകെ സംസാരിക്കത്തുള്ളൂ. ഞാൻ ഇവിടെ വന്ന് പഠിച്ചതാണ്. ഞാൻ ഇവിടെ വന്ന ഇതെല്ലാം പഠിച്ചു. ആ അനിമോള് 2 വർഷം മുമ്പ് NG ശ്രീകുമാറിന് കൊടുത്തൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞ് NG ശ്രീകുമാർ ശരിക്കും കുത്തി ചോദിക്കുന്നുണ്ട്, അനിമോൾ എന്തൊക്കെ ഉണ്ടാക്കും? ഞാൻ എല്ലാം ഉണ്ടാക്കും. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കും, പന്നി ഇറച്ചി ഉണ്ടാക്കും, ബീഫ്, പോർക്ക്. PR കൊടുത്താൽ ഒരാൾക്ക് ബിഗ് ബോസിൽ വിജയിക്കാൻ പറ്റുമോ? PR കൊടുത്താലും ജനങ്ങളാണ് കണ്ട് ഇഷ്ടപ്പെടേണ്ടത്, അവരാണ് വോട്ട് ചെയ്യേണ്ടത്. ഈ സരിക KB PR കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അവരതിനെപ്പറ്റി ഒരു സ്ഥലത്തും പറയുന്നുമില്ല. ഇനി കൊടുത്താൽ തന്നെ അവർ വിജയിക്കാനും ചാൻസ് ഇല്ല. കാരണം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടന്റും അവരതിൽ കൊടുത്തിട്ടില്ല. ജനങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്ത് വിന്നറാക്കിയ അനുമോൾ, അവർക്കെതിരെ വീണ്ടും വീണ്ടും ഇങ്ങനെ ചർച്ചകളിൽ വന്നിരുന്ന് കുറ്റം പറയുന്നത് എന്തിനാണ്? ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞല്ലോ, ഇനി സ്വസ്ഥമായിട്ടിരുന്ന് തൻ്റെ സ്വന്തം എപ്പിസോഡെല്ലാം ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അറിയാം ജനങ്ങൾ എന്തുകൊണ്ട് വോട്ട് കൊടുത്തു എന്ന്.